ഇന്നത്തെ ബേസിക് ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർബ്സ് ആൻഡ് ടെൻസസ് ആണ്. അതിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ആദ്യമായി പഠിക്കുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു വെർബിന് അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വെർബുകൾ തന്നെ റെഗുലർ വെർബ്സ്, ഇറഗുലർ വെർബ്സ് എന്നുള്ള രണ്ട് കാറ്റഗറി ഉണ്ട്. അത് കൂടാതെ അതിൽ തന്നെ എന്താണ് ആക്ഷൻ വെർബ്സ്, സ്റ്റേറ്റ് വെർബ്സ് എന്ന് പറയും. ആക്ഷൻ വെർബ് ഒരു പ്രവൃത്തി ചെയ്യുന്ന വെർബ്. സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത് അതിനോടൊപ്പം നമ്മൾ ING ചേർത്ത് പറയാറില്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക്, ലൈക്കിങ് അങ്ങനെ പറയാറില്ല. അങ്ങനെ വരുന്ന വെർബുകൾ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് വെർബ്സ് എന്നാണ്. പഠിക്കുന്നവരെ സംബന്ധിച്ച് അതത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്നാലും അത് ആ ഒരു കാറ്റഗറി ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ ആരും ഉപയോഗിക്കില്ല. ഐ ആം ലൈക്കിങ് എന്ന് പറയില്ല, ഐ ലൈക്ക് എന്ന് പറയുള്ളൂ. പിന്നെ സബ്ജക്റ്റ് ഇത് റെഗുലർ വെർബ്സ് ആയി നോക്കുക. നമ്മളെ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ ED അല്ലെങ്കിൽ വെറും D ചേർത്ത് ആണ് അതിൻ്റെ പാസ്റ്റും. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ പ്രസൻറ്റ് ടെൻസിന് നമ്മൾ V1 എന്നും പാസ്റ്റ് ടെൻസിന് നമ്മൾ V2 എന്നും ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിളിന് നമ്മൾ V3 എന്നും പറയുന്നു. അപ്പോൾ റെഗുലർ വെർബ്സിൽ നമ്മൾ പാസ്റ്റ് ആക്കുന്നത് നിലവിൽ പ്രസൻറ്റിൽ വെർബിൻ്റെ അവസാനം E ഉണ്ടെങ്കിൽ D മാത്രം ചേർത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ED ചേർത്ത് ആസ്ക്, ആസ്ക്ഡ്, ആസ്ക്ഡ് അങ്ങനെ ED ചേർത്ത് അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ആക്കുന്നു. ലൈക്കും അതുപോലെ തന്നെ E ഉള്ളതുകൊണ്ട് പിന്നെ D മാത്രം ചേർത്താൽ മതി. ലൈക്ക്, ലൈക്റ്റ്, ലൈക്റ്റ്. ലൈക്കഡ്, ലൈക്കഡ് എന്ന് പറയരുത്. ലൈക്റ്റ്, ലൈക്റ്റ്. ഞാനൊരു ലെസണിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഒരു ലെസണിൽ പറഞ്ഞിരുന്നു. ലവ്, ലവ്ഡ്, ലവ്ഡ്. ലിവ്, ലിവ്ഡ്, ലിവ്ഡ്. അങ്ങനെ റെഗുലർ വെർബ്സിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫോം ചെയ്യുക വളരെ എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്. എന്നാൽ ഇറഗുലർ വെർബ്സിൻ്റെ നേച്ചർ അതല്ല. പ്രസൻറ്റ് പോലെ ആയിരിക്കില്ല V1 പോലെ ആയിരിക്കില്ല V2, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കാം V3. ചിലപ്പോൾ V1ഉം V2ഉം V3യും ഒരുപോലെ വരും. ചിലപ്പോൾ V2ഉം V3യും ഒരുപോലെ വരും. V1 വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇറഗുലർ വെർബ്സ് വിത്ത് മലയാളം മീനിങ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നോക്കി നിങ്ങൾ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി പ്രസൻറ്റ് ടെൻസിൽ ആ പ്രസൻറ്റ് ടെൻസ് ഫോമിൽ ആ വെർബുകൾക്ക് എന്ത് മീനിങ് ഒക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. എന്തെല്ലാം മീനിങ് വരുന്നുണ്ട്? ഒന്നാമത് പ്രസൻറ്റ് ടെൻസിൽ വരുന്ന മീനിങ് ഇംപറേറ്റീവ് മീനിങ് വരുന്നുണ്ട്. ഇംപറേറ്റീവ് മീനിങ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ കം ഹിയർ, സിറ്റ് ഹിയർ, ഗോ ദയർ എന്നൊക്കെ പറയുന്നതാണ് ഒരു നിർദ്ദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ, ഒരു റിക്വസ്റ്റ്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ആണ് ഇംപറേറ്റീവ് സെൻസ് എന്ന് പറയുന്നത്. അത് എല്ലാ വെർബുകൾക്കും ബാധകമാണ്. സീ ദാറ്റ്, അത് നോക്കൂ. ഗിവ് മീ, എനിക്ക് തരൂ. അപ്പോൾ ആസ്ക് ചോദിക്കാമെന്നാണല്ലോ. ചോദിക്കൂ, ചോദിക്കുക, ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, താമസിക്കുക, ഇതൊക്കെ ഇംപറേറ്റീവ് സെൻസിൽ. കൂടാതെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ചില ഹാബിറ്റ്സുകളാവാം. ഫോർ എക്സാമ്പിൾ, അവർ താമസിക്കുന്നത് ആ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ ആ താമസിക്കുന്നത് അത് പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടെന്നാണ് നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമായി ലീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നോക്കുക, ഐ സീ ഹിം എവറി ഡേ, ഞാൻ അവനെ എന്നും കാണാറുണ്ട് എന്ന് പറയുമ്പോൾ എന്നും കാണാറുണ്ട് എന്നുള്ളതൊരു പതിവ് സംഭവമാണ്. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ കാണാറുണ്ട് എന്നുള്ള പതിവ് സംഭവമാണ് നമ്മൾ വെർബിൻ്റെ V1 ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു, അതെന്നും കിഴക്കേ ഉദിക്കുന്നത്. അപ്പോൾ അതൊരു പതിവ് സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് അപ്പോഴും നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ ഉപയോഗിക്കാവുള്ളൂ. ദ സൺ സെറ്റ്സ് ഇൻ ദ ഈസ്റ്റ്, ഈസ്റ്റിൽ സെറ്റ് ചെയ്യുന്നു.
അവിടെയും നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് രൂപമാണ് ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെയുള്ള യൂണിവേഴ്സൽ ട്രൂത്ത്സ്, പ്രാപഞ്ചിക സത്യങ്ങൾ, ഒരു മാറ്റമില്ലാതെ തുടരുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, അവൾ സ്റ്റോറീസൊക്കെ എഴുതും എന്ന് പറയുമ്പോൾ എന്താണ്, അത് അവളുടെ ഒരു ഹാബിറ്റാണ് സ്റ്റോറീസ് എഴുതുക എന്നുള്ളത്. അത് എപ്പോഴും എഴുതണമെന്നില്ല. അത് ആഴ്ചയിലൊരിക്കൽ സ്റ്റോറി എഴുതുന്നതാവാം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു സ്റ്റോറി എഴുതുന്നതാവാം. പക്ഷെ എന്തായിരുന്നാലും അത് അവളുടെ ഹാബിറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ശീലം അവൾക്കുണ്ട്. അപ്പോൾ പതിവായിട്ടൊരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വെർബിൻ്റെ എപ്പോഴും V1 ഫോമാണ് ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ പ്രാപഞ്ചികമായ സത്യങ്ങൾ പറയുന്ന കാര്യത്തിലും നമ്മൾ വെർബിൻ്റെ V1 ആണ് ഉപയോഗിക്കാവുള്ളൂ. ഇനി V1 ഉപയോഗിക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് കൂടി നോക്കണം. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ വി, യു, ദൈ, അങ്ങനെയുള്ള ബഹുവചനമാണെങ്കിൽ ദൈ, ദ ചിൽഡ്രൻ, ദ ബോയ്സ്, ദ ഗേൾസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ബഹുവചനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ആസ്ക് ആണെങ്കിൽ ആസ്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ലൈക്ക് ആണെങ്കിൽ ലൈക്ക് മാത്രം, ലവ് ആണെങ്കിൽ ലവ് മാത്രം, ലിവ് ആണെങ്കിൽ ലിവ് മാത്രം. നേരെ മറിച്ച് ഐ ആണെങ്കിലും വെർബിൻ്റെ ഫസ്റ്റ് ഫോം V1 വരുമ്പോൾ ഒരു പ്ലൂറൽ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ ഒരാളേ ഉള്ളൂ എന്ന് ഓർത്ത് നമ്മൾ അത് ബഹുവചനം പോലെ കണ്ട് ആസ്ക് മാത്രം പറയുക, എഴുതുക, പറയുക, ലൈക്ക് മാത്രം യൂസ് ചെയ്യുക, ലവ് മാത്രം യൂസ് ചെയ്യുക, ലിവ് മാത്രം യൂസ് ചെയ്യുക. എന്നാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ, നമ്മൾ എപ്പോഴും അതിൻ്റെ കൂടെ, ആ വെർബിൻ്റെ കൂടെ നമ്മൾ യെസ് ചേർക്കും. ആസ്ക് ആസ്ക്സ് ആവും, ലൈക്ക് ലൈക്സ് ആവും, ലവ് ലവ്സ് ആവും. അമൽ സിംഗുലറാണ്. അപ്പോൾ അമലിന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അമൽ ലൈക്സ്, അവൾക്ക് ഇഷ്ടമാണ് ഷീ ലൈക്സ്, അവന് ഇഷ്ടമാണ് ഹീ ലൈക്സ്, എനിക്കിഷ്ടമാണ് ഐ ലൈക്ക് എസ് വേണ്ട, ഞങ്ങൾക്കിഷ്ടമാണ് വി ലൈക്ക് എസ് വേണ്ട, അവർക്കിഷ്ടമാണ് ദൈ ലൈക്ക് എസ് വേണ്ട, ദ ബോയ്സ് ലൈക്ക്, ദ ഗേൾസ് ലൈക്ക്, അവിടെയും നമുക്ക് എസ് വേണ്ട. കാരണം അതെല്ലാം നമ്മൾ ബഹുവചനമായിട്ട് കരുതുന്നു. ഹീ, ഷീ, അമൽ, അങ്ങനെ ഏത് ഏകവചനം വന്നാലും നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപത്തോടൊപ്പം നമ്മൾ നിർബന്ധമായിട്ടും എസ് ചേർക്കുന്നു. ഒന്നുകൂടി ഓർത്തിരിക്കുക, ഇത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ ഫോം V1 നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം അവിടെ പ്രത്യേകിച്ച് സബ്ജക്റ്റ് മാറ്റമൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും, ഏകവചനമായാലും ബഹുവചനമായാലും എല്ലാം ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നു. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. വി ആസ്ക്ഡ്, ഞങ്ങൾ ചോദിച്ചു. യു ആസ്ക്ഡ്, നിങ്ങൾ ചോദിച്ചു. ദൈ ആസ്ക്ഡ്, അവർ ചോദിച്ചു. ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. ഷീ ആസ്ക്ഡ്, അവൾ ചോദിച്ചു. അമൽ ആസ്ക്ഡ്, അമൽ ചോദിച്ചു. അപ്പോൾ അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇനി V3 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഏകവചനമാണ് സബ്ജക്റ്റെങ്കിൽ നമ്മൾ എസ് ചേർത്തു. നോക്കുക, ഹീ ലൈക്സ്, ഷീ ലൈക്സ്, അമൽ ലൈക്സ്, അല്ലെങ്കിൽ എസ് ഫോം വന്നിട്ടുണ്ട്, അവസാനം എസ് ചേർത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഇതിലും ഒരു എസ് ഫോം കൂടെ വരുന്നുണ്ട്. നോക്കി, ഒരു എസ് ഫോം. അപ്പോൾ നമ്മൾ V3 ഉപയോഗിക്കുമ്പോൾ, ഇനി V3 ഉപയോഗിക്കുന്ന നമ്മൾ ഇത് ചോദിക്കുക അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇത് ചോദിച്ചു, ഇത് ചോദിച്ചു. പക്ഷെ അതിൻ്റെ മുമ്പിൽ ഹാസ്, ഹാവിൻ്റെ മീനിങ് ഉണ്ട് എന്നാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഈ ഹാസും ഹാവും എന്താണ്, എനിക്കൊരു പുതിയ കാറുണ്ട്, പുതിയ ബൈക്കുണ്ട് എന്ന് പറയുന്നതിനും അതേ ഉണ്ട് എന്നുള്ള മീനിങ്ങിൽ ഇതേ ഹാസും ഹാവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ടെൻസിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ടെൻസ് തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയും ഈ ടെൻസിനെ. ഇത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. ഈ ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ചെയ്തു എന്നാണ്. ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് വരും ലെസണിൽ ഞാൻ വ്യക്തമാക്കി തരാം. അപ്പോൾ നമ്മൾ ഹീ ലൈക്സ്, ഷീ ലൈക്സ്, അമൽ ലൈക്സ് എന്ന് പറഞ്ഞാൽ ആ എസ് വന്നതുപോലെ ഹീ ഹാസ് വെച്ച് വേണം പറയാൻ. ഹീ ഹാസ് സീൻ, ഷീ ഹാസ് സീൻ, അമൽ ഹാസ് സീൻ, ഹീ ഹാസ് മെയ്ഡ്, ഷീ ഹാസ് മെയ്ഡ്, അമൽ ഹാസ് മെയ്ഡ്. അവിടെ നമ്മൾ ആ എസ് കീപ്പ് ചെയ്തു. നമുക്കറിയാമല്ലോ,
ഷീ ഈസ് എന്ന് പറയുന്നത്. ഈസ്. ഷീ വാസ് എന്ന് പറയുന്നത്. വാസ്. അതുപോലെ തന്നെ ഷീ ഹാസ്. ഇവിടെ വെർബിൻ്റെ ഉള്ളിൽ എസ്. അപ്പോൾ സബ്ജക്റ്റ് ഏകവചനമായാൽ ഒരു എസിൻ്റെ ടച്ച് എല്ലാത്തിലും കാണും. ഹീ ആസ്ക്സ് എസ് വന്നു. ഹീ ഈസ്. ഹീ വാസ്. ഹീ ഹാസ്. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വി ആണെങ്കിൽ നമ്മൾ എന്താണ്, ആസ്ക് മതി, എസ് ചേർക്കുന്നില്ല. അതിൽ തന്നെ ഇവിടെ വരുന്നതെല്ലാം ആറ്, വേറ്, ഹാവ് എല്ലാം ലാസ്റ്റ് ഈയിൽ എൻഡ് ചെയ്യുന്നു. ഏകവചനമായാൽ എസ്സിൽ എൻഡ് ചെയ്യുന്നു. ലൈക്സ്, ലവ്സ്, ലിവ്സ് എന്ന് പറയുന്നത് എസ്സിൽ എൻഡ് ചെയ്യുന്നു. പിന്നെ ഈസ് എസ് വരുന്നു, വാസ് എസ് വരുന്നു, ഹാസ് എസ് വരുന്നു, എൻഡ് ചെയ്യുന്നു. പ്ലൂറലായാൽ ആദ്യത്തിൽ എസ് ഒന്നുമില്ല. പിന്നെന്താണ്, ആറ്, ഈയിൽ എൻഡ് ചെയ്യുന്നു. വി ആർ, വി വേർ, വി ഹാവ്. അപ്പോൾ നമ്മൾ വി വെച്ച് പറയുകയാണെങ്കിൽ വി ഹാവ് സീൻ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വി ഹാവ് മെയ്ഡ്, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വി ഹാവ് ഗിവൺ, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേ പാറ്റേണിൽ. ഇനി നമ്മൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ V1 നെഗറ്റീവ് നമ്മൾ ആസ്ക്, നമുക്ക് ലൈക്ക് എടുക്കാം. ലൈക്ക് ഇഷ്ടപ്പെടുക. ഐ ലൈക്ക് എനിക്കിഷ്ടമാണ്. ഇഷ്ടമല്ല എങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഓർ ഐ ഡു നോട്ട് ലൈക്ക്, എനിക്കിഷ്ടമല്ല. ഇനി സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഐ ലൈക്ക്, വി ലൈക്ക്, ഐ ലൈക്ക്, ഐ ഡോണ്ട് ലൈക്ക്, വി ലൈക്ക്, വി ഡോണ്ട് ലൈക്ക്, യു ലൈക്ക്, യു ഡോണ്ട് ലൈക്ക്. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമല്ല. ഞങ്ങൾക്കിഷ്ടമാണ്, ഞങ്ങൾക്കിഷ്ടമല്ല. യു ലൈക്ക്, യു ഡോണ്ട് ലൈക്ക്, നിങ്ങൾക്കിഷ്ടമാണ്, നിങ്ങൾക്കിഷ്ടമല്ല. ദേ ലൈക്ക്, ദേ ഡോണ്ട് ലൈക്ക്, അവർക്കിഷ്ടമാണ്, അവർക്കിഷ്ടമല്ല. എന്നാൽ സബ്ജക്റ്റ് സിംഗിളറായി വരുമ്പോൾ ഹീ ലൈക്സ്, അവൻ ഇഷ്ടമാണ്. ഹീ ഡസിൻറ്റ് ലൈക്ക്, അവൻ ഇഷ്ടമല്ല. ഷീ ലൈക്സ്, അവൾക്ക് ഇഷ്ടമാണ്. ഷീ ഡസിൻറ്റ് ലൈക്ക്, അവൾക്ക് ഇഷ്ടമല്ല. ഇവിടെ എല്ലാം വെർബിൻ്റെ V1 ഉപയോഗിക്കുന്നു. ഷീ ഡസിൻറ്റ് അല്ലെങ്കിൽ ഹീ ഡസിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ലൈക്കിൻ്റെ കൂടെ നമ്മളിവിടെ എസ് ചേർത്ത പോലെ ലൈക്സ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഡൂവിൻ്റെ കൂടെ നമ്മളെന്താണ്, ആ സബ്ജക്റ്റ് ഏകവചനമായിരിക്കുമ്പോൾ എസ് ചേർക്കണം എന്ന് പറഞ്ഞില്ലേ വെർബിൻ്റെ V1 കൂടെ. ആ എസ് നമ്മളെന്താണ് ഡൂവിലേക്ക് ചേർത്ത് ഡസ്സാക്കി വയ്ക്കുന്നതാണ്. വീണ്ടും നമ്മളെന്താണ്, ഹീ ലൈക്സ് എന്ന് പറഞ്ഞിടത്ത് ഹീ ഡസ് നോട്ട് ലൈക്സ് എന്ന് പറയണ്ട. ആ എസ്സിന് പകരം നമ്മളെന്താണ്, ആ എസ് നമ്മൾ ഡൂവിലേക്ക് മാറ്റി ഡസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഹീ ലൈക്സ്, ഹീ ഡസിൻറ്റ് ലൈക്ക്, ലൈക്സ് ഇല്ല ലൈക്ക്. ഷീ ലൈക്സ്, ഷീ ഡസിൻറ്റ് ലൈക്ക്. അമൽ ലൈക്സ്, അമൽ ഡസിൻറ്റ് ലൈക്ക്. അപ്പോൾ നമ്മൾ വെർബിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതിന് നെഗറ്റീവും വെർബിൻ്റെ ഫസ്റ്റ് ഫോം പോസിറ്റീവായിട്ടും പിന്നെ നെഗറ്റീവായിട്ടും നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് വെർബിൻ്റെ സെക്കൻഡ് ഫോം, അതായത് സിമ്പിൾ പാസ്റ്റ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പിന്നീട് ഇപ്പോൾ എഴുതാൻ പോകുന്നത്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മളെന്താണ്, ആസ്ക്ഡ്. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. അതിന് നെഗറ്റീവ് പറയുമ്പോൾ ഐ ഡിഡിൻ്റ് ആസ്ക് മതി. കാരണം പിന്നീട് വീണ്ടും ആ ഈഡ് ചേർത്ത് ആസ്ക്ഡ് ആക്കേണ്ട ആവശ്യമില്ല. വി ആസ്ക്ഡ്, ഞങ്ങൾ ചോദിച്ചു. വി ഡിഡിൻ്റ് ആസ്ക്, ഞങ്ങൾ ചോദിച്ചില്ല. വി ഡിഡിൻ്റ് ആസ്ക്, ആസ്ക്ഡ് ഇല്ല, വി ഡിഡിൻ്റ് ആസ്ക്. ദേ ആസ്ക്ഡ്, അവർ ചോദിച്ചു. ദേ ഡിഡിൻ്റ് ആസ്ക്, അവർ ചോദിച്ചില്ല. ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. ഹി ഡിഡിൻ്റ് ആസ്ക്, അവൻ ചോദിച്ചില്ല. ഷീ ആസ്ക്ഡ്, അവൾ ചോദിച്ചു. ഷീ ഡിഡിൻ്റ് ആസ്ക്, അവൾ ചോദിച്ചില്ല. അമൽ ആസ്ക്ഡ്, അമൽ ചോദിച്ചു. അമൽ ഡിഡിൻ്റ് ആസ്ക്, അമൽ ചോദിച്ചില്ല. ഇവിടെ ശ്രദ്ധിക്കുക, വീറ്റ് വില് ആർക്കും സബ്ജക്റ്റ് ആരായിരുന്നാലും യാതൊരു മാറ്റവും ആ പോസിറ്റീവ് സെൻറ്റൻസിലോ നെഗറ്റീവ് സെൻറ്റൻസിലോ ആ യൂസേജിൽ വരുന്നില്ല വേറെ. കാരണം ഇവിടെ
പാസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയതാണല്ലോ. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എല്ലാവരും ഒരുപോലെയാണ്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും. അപ്പോൾ പോസിറ്റീവ് പറയുമ്പോൾ എന്താണ്? ഐ ലൈക്ഡ്, യു ലൈക്ഡ്, ഷീ ലൈക്ഡ്, ദേ ലൈക്ഡ്, ഐ ലിവ്ഡ്, യു ലിവ്ഡ്, ദേ ലിവ്ഡ്, ഷീ ലിവ്ഡ്, അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ തന്നെ വരും. അവിടെ പ്രത്യേകിച്ച് എസ് സബ്ജക്റ്റ് ഏകവചനമാണ് എന്നതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എസ് ചേർത്ത പോലെ ഇവിടെ ആർക്കും എസ് ചേർക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവും അതുപോലെ തന്നെ എന്താണ്? അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നതിന് നമ്മൾ ചെയ്യാറില്ല എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടല്ലോ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? ഡു നോട്ട്, ഡോണ്ട് പറയും. സിംഗുലർ ആണെങ്കിൽ ഡസിൻ്റ് പറയും. അപ്പോഴും നമ്മളെന്താണ് അവിടെ ചേർക്കുന്ന വെർബിൻ്റെ V1 മാത്രമാണ്. ആ ഒരു ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. എസ് ഒന്നും ചേർക്കാതെ വെറും ഇൻഫിനിറ്റീവ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി പാസ്റ്റ് ആണെങ്കിലോ എല്ലാവർക്കും ഒരുപോലെ ഡിഡ് നോട്ട് ഓർ ഡിഡിൻ്റ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഒന്നാമത്തെ രൂപ ചേർക്കാവുള്ളൂ. ഐ ലൈക്ഡ്, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് ഓർ ഡിഡിൻ്റ് ലൈക്ക വരാവുള്ളൂ. ലൈക്റ്റ് വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വരും ലെസങ്ങളിൽ ഇത് കൂടുതൽ എക്സ്പാൻഡ് ഫോമിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറഗുലർ വെർബ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. യു സെർച്ച് ലൈക്ക് ദീസ് ലിസ്റ്റ് ഓഫ് ഇറഗുലർ വെർബ്സ് വിത്ത് മലയാളം മീനിങ്. മലയാളം അറിയില്ല എങ്കിൽ മലയാളം മീനിങ് എന്ന് കൂടി നിങ്ങൾ സെർച്ച് ചെയ്താൽ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും ലിസ്റ്റ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. അത് വായിച്ച് നിങ്ങളെന്താണ് ആ വെർബ് പഠിക്കേണ്ട രീതിക്ക് പഠിക്കുക. നമ്മൾ വെർബ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എസ് ചേർത്തും എസ് ചേർക്കാതെ നമ്മൾ പഠിച്ചു വയ്ക്കണം. കാരണം അത് നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസിയെ ഒരുപാട് പോസിറ്റീവായിട്ട് നമുക്ക് ഗുണം ചെയ്യും. കാരണം ഇപ്പോൾ സി നിങ്ങൾ വെർബ് പഠിക്കുകയാണെങ്കിൽ സി സീസ് രണ്ടും എന്താ കാണാറുണ്ട്. സോ കണ്ടു, സീൻ, അങ്ങനെ. ഇപ്പോൾ സി സീസ്, സോ ഹാസ് സീൻ, ഹാവ് സീൻ, ഹാഡ് സീൻ. അവിടെ ഹാഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇത് ഹാവ് സീൻ, ഹാസ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാഡ് സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ടെൻസാണ്. ഇത് രണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതായത് ഒരു പാസ്റ്റ് സംഭവത്തിന് മുമ്പ് നടന്ന മറ്റൊരു പാസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാക്കി പറയാം. ഇപ്പോൾ തൽക്കാലം ഞാനെന്ത് പ്രസൻറ്റ് ടെൻസ് മാത്രമേ ഇടയ്ക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നിരിക്കലും ഈ വെർബ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ വെർബ് പഠിക്കുമ്പോൾ ഇപ്പോഴെന്താണ് സി സോ സീൻ എന്ന് പഠിച്ചാൽ മാത്രം, അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നു സി സീസ്. കാരണം പിന്നീട് നമ്മൾ സബ്ജക്റ്റ് ഏകവചനമാണല്ലോ എന്ന് ഓർത്ത് ആ തപ്പി തടയുന്ന സംഭവം ഉണ്ടല്ലോ, അതല്പം മാറിക്കിട്ടും. കാരണം നമുക്കെന്താണ് സി എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് ഐ വി യു ദേ ഇതൊക്കെ പ്ലൂറൽ മനസ്സിലാക്കി വരും. സീസ് എന്ന് ചേർക്കുന്ന നമ്മൾ എപ്പോഴും ഹി ഷീ അങ്ങനെയുള്ള ഏകവചനങ്ങൾക്കാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഷീ സീസ് കാണാറുണ്ട്, സോ കണ്ടു, സീൻ പഠിക്കുമ്പോൾ ഹാസ് സീൻ, ഹാവ് സീൻ, ഹാഡ് സീൻ അങ്ങനെ പഠിച്ചു പോകണം. ഒന്നുകൂടി പറയാം. ആസ്ക്, ആസ്ക്, ആസ്ക്സ്, ആസ്ക്ഡ്, ഹാസ് ഹാസ്ക്ഡ്, ഹാവ് ആസ്ക്ഡ്, ഹാഡ് ആസ്ക്ഡ്. ലൈക്ക് ലൈക്സ്, ലൈക്ഡ്, ഹാസ് ലൈക്ഡ്, ഹാവ് ലൈക്ഡ്, ഹാഡ് ലൈക്ഡ്. ലവ് ലവ്സ്, loved, have loved, has loved, had loved. Live lives, lived, has lived, have lived, had lived. See sees, so has seen, have seen, had seen. Make makes, made, has made, have made, had made. Give gives, gave, has given, have given, had given. Cut cuts, has cut, have cut, had cut. ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഏതാനും സെൻറ്റൻസുകളും അതിന് നെഗറ്റീവും അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോംസും എല്ലാം നമുക്ക് ഫോം ചെയ്ത് നോക്കാം.